എപ്പോഴും ഒരുമിച്ച് കളിച്ചു നടന്നിരുന്ന 2 ഇരട്ട കുഞ്ഞുങ്ങൾ. സന്തോഷത്തോടെ കളിചിരികളുമായി സഹോദരനും മുത്തശ്ശനുമൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു. എന്നാൽ രാവിലെ അറിയുന്നത് ദാരുണമായ മരണവാർത്തയാണ്. അറിവില്ലായ്മ കൊണ്ട് അശ്രദ്ധമായി ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമ്മളെ മരണത്തിൽ വരെ കൊണ്ടെത്തിക്കുമെന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. ഇവിടെ ഒരു പിതാവ് ചെയ്ത അറിവില്ലായ്മ കൊണ്ടെത്തിച്ചത് 3 മക്കളുടെയും അവരുടെ മുത്തശ്ശൻ്റെയും മരണത്തിലാണ്. അതും ഒന്നുമറിയാതെ ഉറക്കത്തിൽ ദാരുണമായ മരണം. ഇരട്ട സഹോദരികളായ 2 കുരുന്നുകളും അവരുടെ 15-കാരനായ സഹോദരനും മുത്തശ്ശനുമാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ആന്ധ്രയിലെ പൊങ്കന്നൂർ ടൗണിലെ ത്യാഗരാജ സ്ട്രീറ്റിൽ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ഈ ദാരുണമായ അപകടം സംഭവിക്കുന്നത്. ഹെയർ സലൂൺ നടത്തിയിരുന്ന മുരളിയും ഭാര്യ രേവതിയും 4 മക്കളും മുത്തശ്ശനും അടങ്ങുന്ന കുടുംബം ഒന്നിച്ചാണ് താമസിച്ചു വന്നിരുന്നത്. മുരളിയുടെ മൂത്ത മകൾ ഇവരുടെ ഒരു ബന്ധുവീട്ടിലേക്ക് വിരുന്നു പോയതായിരുന്നു. കഴിഞ്ഞ ദിവസം മുരളിയുടെ ബൈക്ക് കേടായിരുന്നു. തുടർന്ന് എഞ്ചിൻ വർക്ക് നടത്തുകയും അന്ന് രാത്രി മുഴുവൻ വാഹനം സ്റ്റാർട്ട് ചെയ്തിടാനായി മെക്കാനിക്ക് നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലേക്കെത്തിയ മുരളി വാഹനം വീടിനുള്ളിലേക്ക് കയറ്റിവെച്ച് സ്റ്റാർട്ടാക്കിയിടുകയായിരുന്നു. തുടർന്ന് ഭക്ഷണം കഴിച്ച ശേഷം വീട്ടുകാരെല്ലാവരും ഉറങ്ങാനായി കിടക്കുകയും ചെയ്തു. 3 മക്കളും മുത്തശ്ശനും ഒരു മുറിയിലാണ് കിടന്നിരുന്നത്. മുരളിയും ഭാര്യ രേവതിയും വീടിന്റെ ടെറസിലായിരുന്നു കിടന്നിരുന്നത്. രാവിലെ എഴുന്നേറ്റ് താഴേക്കെത്തിയ രേവതിയാണ് 4 പേരെയും അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ഇവരെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. വാതിലുകളും ജനലുകളും എല്ലാം അടച്ചായിരുന്നു ഇവർ ഉറങ്ങാനായി കിടന്നിരുന്നത്. രാത്രി മുഴുവൻ ബൈക്ക് പ്രവർത്തിപ്പിച്ചപ്പോൾ പുറത്തുവന്ന പുക ആ ഹാളിൽ തങ്ങി നിൽക്കുകയായിരുന്നു. ഉറക്കത്തിലായിരുന്ന 4 പേരും വായുവിൽ നിറഞ്ഞ കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകം ശ്വസിച്ചതാണ് മരണകാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെ അശ്രദ്ധയും ശാസ്ത്രീയമായ അറിവില്ലായ്മയും ഒരു കുടുംബത്തിലെ 4 ജീവനുകളാണ് കവർന്നെടുത്തത്. ഇതിന് സമാനമായ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയും കുറച്ചുനാൾ മുൻപ് മൈസൂരുവിൽ നിന്നും പുറത്തു വന്നിരുന്നു. മാതാപിതാക്കൾ പുറത്തുപോയ സമയത്ത് സമീപത്തെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി ധൃതിയിൽ കുളിക്കാനായി 2 സഹോദരിമാർ ഒരുമിച്ച് കുളിമുറിയിൽ കയറിയതായിരുന്നു. എന്നാൽ കുളിമുറിയിൽ സ്ഥാപിച്ചിരുന്ന ഗ്യാസ് ഗീസറിൽ നിന്നും പുറത്തുവന്ന കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 2 പേരും മരണപ്പെടുകയായിരുന്നു. കുളിമുറിയിൽ മതിയായ വായുസഞ്ചാരം ഇല്ലാത്തതാണ് ഇവരുടെ മരണത്തിനിടയാക്കിയത്. ഇവിടെ 2 അപകടങ്ങൾക്കും കാരണമായത് കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകമാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന കാർബൺ മോണോക്സൈഡിന് നിറമോ മണമോ ഇല്ലാത്തതിനാൽ വായുവിൽ കലരുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല.